വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. അപ്പൊ ആരാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? വിശ്വാസമുള്ളവർ. ആരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? വിശ്വാസമുള്ളവർ. ആരാണ് വീരന്മാർ? വിശ്വാസമുള്ളവർ. ആരുടെ അടുത്താണ് ദൈവമെന്ന് അത്ഭുതം ചെയ്യുന്നത്? വിശ്വാസമുള്ളവരുടെ അടുത്ത്. എങ്ങനെയാ വിശ്വാസിയായ അബ്രാഹാം അനുഗ്രഹം പ്രാപിച്ചത്? റോമാലേഖനം 4-ാം അധ്യായം 18 തൊട്ട് 22 വരെ വാക്യങ്ങൾ. റോമാലേഖനം 4-ാം അധ്യായം 18 തൊട്ട് 22 വരെ വാക്യങ്ങൾ. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിഞ്ഞാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. കയ്യിലിരിക്കുന്ന പണം കണ്ടല്ല ശക്തി പ്രാപിക്കുന്നത്, കൂടെ പണിയാനുള്ള ആളുകളെ കണ്ടല്ല ശക്തി പ്രാപിക്കുന്നത്, ഭാര്യയുടെ ഭർത്താവിൻ്റെയോ സാധ്യത കണ്ടോ ആരോഗ്യം കണ്ടോ അല്ല ശക്തി പ്രാപിക്കുന്നത്. അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അടുത്തത്, വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് ഗുണപ്പെട്ടത്.